ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇവിടെ ഒരു മാംഗോ ജെല്ലിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് കുട്ടികളൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ജെല്ലി മിഠായി ഉണ്ടല്ലോ, അതുപോലെ ഒരു ഐറ്റമാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഒരുപാട് മാങ്ങ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താ ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇല്ല. ഇതുപോലെ മാങ്ങ ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ കുറച്ച് പഴുത്ത മാങ്ങ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൽ ആകെ ഞാൻ 3 മാങ്ങയാണ് എടുത്തത്. നല്ല മധുരമുള്ള മാങ്ങയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല മധുരമുള്ള മാങ്ങ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. മധുരമൊക്കെ കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാര കുറച്ചും കൂടി കൂടുതലായിട്ട് ചേർക്കേണ്ടി വരും. അതുകൊണ്ടാണ് മാക്സിമം മധുരമുള്ള മാങ്ങ തന്നെ എടുക്കുക. നല്ല പഴുത്ത മാങ്ങയാണിത്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി ഒന്ന് കളഞ്ഞ് ഇതുപോലെ ചെത്തി കളയാം. തൊടുമ്പോഴേക്ക് നല്ല പഴുത്തതായതുകൊണ്ട് നന്നായിട്ട് അലിഞ്ഞ പോലെ ഉണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനിതുപോലെ കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. വേണ്ട, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ എല്ലാ മാങ്ങയും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തീരെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കടയിൽ നിന്ന് ഈ ജെല്ലി മിഠായി മേടിച്ച് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. കഴിയുന്നത് മാങ്ങ ജ്യൂസാക്കിയിട്ടും ഒക്കെയല്ല നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് വ്യത്യസ്ത രൂപത്തിൽ കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള മധുരം കുറച്ചും കൂടി വേണം. ജെല്ലി മിഠായി കുറച്ചും കൂടി മധുരം വേണമല്ലോ. അപ്പോൾ ഞാനൊരു കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മാങ്ങേൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടുക കേട്ടോ. നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അതൊന്നൊരു പാനിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ജെലാറ്റിനാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും, പ്ലെയിൻ ജെലാറ്റിൻ കിട്ടും. അത് നമ്മൾ ഒരു 3 സ്പൂണോളം ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി വെക്കണം കേട്ടോ ആദ്യം. അപ്പോൾ ഈ മാങ്ങ കുറുകി വരുമ്പോഴേക്കും ഇത് റെഡിയായി വരും. അതിനാണ് കുറച്ച് നേരത്തെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 3 സ്പൂണോളം നിങ്ങൾക്ക് ആവശ്യത്തിന് മാങ്ങയ്ക്ക് അനുസരിച്ച് ജെലാറ്റിൻ എടുക്കുക കേട്ടോ. അപ്പം കുറച്ച് വലിയ മാങ്ങ 3 ഞാൻ ഒരു മീഡിയം സൈസുള്ള മാങ്ങയാണ് എടുത്ത്. വലിയ മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു 4 സ്പൂണോളം ജെലാറ്റിൻ എടുക്കണേ. 3 വലിയ ടേബിൾ സ്പൂണോളമാണ് ഞാൻ എടുത്തത്. നന്നായിട്ടൊന്ന് കലക്കി അതൊന്ന് മാറ്റി വയ്ക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് അത് അലിഞ്ഞ് വരും കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഈ മാങ്ങ ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കുറുക്കിയെടുക്കണം. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ മാങ്ങ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്ത് വയ്ക്കുക. ഒരുപാട് മാങ്ങ കിട്ടുന്ന സീസണിലൊക്കെ ആണെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്കിത് ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് ഇനി ഞാൻ അതിൽ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് മാംഗോൻ്റെ ആ ടേസ്റ്റും ആ കളറും കൂടി ഉള്ളതാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 2-3 ഡ്രോപ്സ് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു കളറും നല്ലൊരു സ്മെല്ലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മാംഗോ എസൻസ് ഒഴിച്ചത്. എന്നിട്ട് അത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഈ അലിച്ച് വെച്ച ഈ ജെലാറ്റിനും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ച് നേരം ഇളക്കി ഒന്ന് കട്ടിയായിട്ട് വരും. കട്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് കട്ടിയല്ല, ഒന്ന് കുറുകി കിട്ടുന്നവരെ. ആ ഒരു മാംഗോ അടിച്ച ആ ഒരു ഇതല്ല, നമ്മൾ വേറെ രൂപത്തിൽ തന്നെയായിട്ട് ഇത് വരും. കുറച്ചൊരു കുറുകി വരും കേട്ടോ. ഒന്ന് കളറൊക്കെ മാറി ഒന്ന് കുറുകി വരും. അപ്പോഴേ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാനുള്ള പാത്രം റെഡിയാക്കി വെക്കുക. ഏത് ഷേപ്പിലാണോ വേണ്ടത് അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് വെക്കുക. ഒരു പ്ലെയിൻ നമ്മൾ ചോറുണ്ണുന്ന പാത്രത്തിലായാലും മതി, പ്ലേറ്റിലായാലും മതി. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് തുടച്ച് വെള്ളമൊന്നും ഇല്ലാതെ വെത്തിലാക്കിയിട്ട് നമുക്ക് ബട്ടറോ ഗീ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് എടുത്ത് വെക്കണം ആദ്യമേ. എന്നിട്ട് ഇതൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് റെഡിയാക്കുന്നതിന് മുന്നേ തന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇത് ചൂടോടുകൂടി ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തത്. അതൊക്കെ റെഡിയായിട്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായി ഒന്ന് തണുക്കണം. കുറച്ച് നേരം കഴിയും തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ രാത്രി ഒരു സന്ധ്യയ്ക്കൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നന്നായി തണുത്തിട്ട് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. രാവിലെ ആകുമ്പോഴേക്കും നല്ല സെറ്റായിട്ട് വരും. കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് രാത്രിത്തെ ഇങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് രാവിലെയാണ് എടുത്തത്. അപ്പോഴേക്കും നന്നായിട്ടൊന്ന് ജെല്ലിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട്
കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ സൈഡ് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂണോ കത്തീൻ്റെ ഇത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പ്ലേറ്റ് തന്നെ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറുതായിട്ട് സ്ക്വയർ ടൈപ്പിലാണ് കട്ട് ചെയ്തത്. ഇനി ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കമഴ്ത്തി വെച്ചാൽ അതേ ഷേപ്പിൽ തന്നെ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ജെല്ലി മിഠായിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ ഇത് കിട്ടും. നിങ്ങൾക്ക് മാംഗോൻ്റെ ആ എസൻസ് വേണമെങ്കിൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അത് തന്നെ കളറിന് വേണ്ടിയിട്ടാണ് അത് ഒഴിച്ചത്. നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ്. ഇത് കുറച്ചധികം തന്നെ നമുക്ക് കുറേ മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ലൊരു കണ്ടെയ്നറിൽ അടച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ അവർക്ക് മധുരം വേണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് എടുത്ത് കൊടുക്കാം. പുറത്തുനിന്ന് ജെല്ലി മിഠായി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നല്ല മാങ്ങേൻ്റെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. നല്ല മധുരവും നല്ല മാങ്ങയൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും. വേറെ ഒന്നുമില്ലല്ലോ ഇതിൽ, വേറെ ഒന്നും ചേർത്തിട്ടൊന്നും, ജെലാറ്റിൻ മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. 3 ഐറ്റം മാത്രമേ ഇതിലുള്ളൂ. അടിപൊളി ഐറ്റം തന്നെയാണ്. ഉണ്ടാക്കി നോക്കുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മധുരം കൂടി മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, പഞ്ചസാര. നിങ്ങൾക്കത് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനൊരു വീഡിയോയിൽ കുറച്ച് കാണാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് പഞ്ചസാര മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഐറ്റമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക വെക്കേഷന്. അപ്പോൾ എന്നാൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോസ് ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ കുട്ടികൾക്ക് വെക്കേഷൻ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സും എല്ലാ സാധനവും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം കയറി കാണുക. നല്ല ടേസ്റ്റുള്ള ഓരോ ഐറ്റം എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുണ്ടാക്കിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ Thank you.